നമ്മുടെ സ്വന്തം മമ്മൂക്ക നായകനായിട്ട് തിയേറ്ററുകളിലെത്തിയ ബസൂക്ക, അതുപോലെ തന്നെ നമ്മുടെ സ്വന്തം ലാലേട്ടൻ നായകനായിട്ട് തിയേറ്ററുകളിലെത്തിയ തുടരും. ഈ രണ്ട് ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നോക്കി കാണാനായിട്ട് പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏപ്രിൽ 25-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു തുടരും. രണ്ടാഴ്ച പിന്നിടുമ്പോൾ ഈ ഒരു ചിത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഇതുവരെ കളക്ട് ചെയ്തിരിക്കുന്നത് 71.30 കോടി രൂപയാണ്. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ഒരു ചിത്രം ഇതുവരെ നേടിയെടുത്തിരിക്കുന്നത് 15.40 കോടി രൂപയും. നിലവില് തുടരുമെന്ന ചിത്രത്തിന്റെ ഓവർസീസ് പോയിരിക്കുന്നത് 79.48 കോടി രൂപയ്ക്കുമാണ്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ 166 കോടിക്ക് മുകളിലാണ് ഈ ഒരു ചിത്രം ചുരുങ്ങിയ ദിവസം കൊണ്ട് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. നിലവിൽ ബോക്സ് ഓഫീസ് ക്രെഡിറ്റിൽ തുടരുമെന്ന ചിത്രം സൂപ്പർ ബ്ലോക്ക് ബസ്റ്റർ ലിസ്റ്റിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. റാന്നിക്കാരനായിട്ടായിരുന്നു നമ്മുടെ ലാലേട്ടൻ ഈ ഒരു ചിത്രത്തിൽ എത്തിയിരുന്നത്. എന്നാൽ റാന്നിയിലെ തിയേറ്ററുകളിൽ ഈ ഒരു ചിത്രം റിലീസിംഗ് ഇല്ലായിരുന്നു. മെയ് 1 മുതലാണ് റാന്നിയിലെ തിയേറ്ററുകളിൽ ഈ ഒരു ചിത്രം പ്രദർശനം ആരംഭിച്ചത്. ഇപ്പോഴും റാന്നിയിലെ തിയേറ്ററുകളിൽ ഹൗസ്ഫുള്ളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ചിത്രം കൂടിയാണ് തുടരും. റാന്നിയിൽ നിന്ന് മാത്രമല്ല, ഒട്ടുമിക്ക എല്ലായിടത്തെയും തിയേറ്ററുകളിലും ഈ ഒരു ചിത്രം ഇപ്പോഴും ഹൗസ്ഫുള്ളാണ്. രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഒരു ചിത്രത്തിന് ടിക്കറ്റ് കിട്ടാത്ത ഒരു അവസ്ഥ വരുന്നത് കുറേ നാളുകൾക്ക് ശേഷമാണ് കാണുന്നത്. അത്രയ്ക്ക് നല്ല ഒരു പോസിറ്റീവ് റെസ്പോൺസാണ് ഈ ഒരു ചിത്രത്തിന് എല്ലായിടത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിടത്തു നിന്ന് പോലും ഒരു നെഗറ്റീവ് റിവ്യൂസോ അല്ലെങ്കിൽ നെഗറ്റീവ് റെസ്പോൺസോ ഒന്നും കാണാൻ പറ്റാത്ത ഒരു ഗംഭീര സിനിമയായിരുന്നു തുടരും എന്ന സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ചിത്രമാണ് നമ്മുടെ ബസൂക്ക. മമ്മൂക്ക നായകനായിട്ട് ഏപ്രിൽ 10-ന് തിയേറ്ററുകളിലെത്തിയ ചിത്രമായിരുന്നു ബസൂക്ക. നിലവിൽ ഈ ഒരു ചിത്രം ഇപ്പം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്നില്ല. ഇതിൻ്റെ തിയേറ്റർ പ്രദർശനം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അടുത്തതായിട്ട് OTT റിലീസാണുള്ളത്. ഏപ്രിൽ 10-ന് തിയേറ്ററുകളിലെത്തിയ ബസൂക്ക കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് കളക്ട് ചെയ്തത് 13 കോടി രൂപയാണ്. വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത് 25 കോടി രൂപയാണ്. ബോക്സ് ഓഫീസ് ക്രെഡിറ്റ് നോക്കുകയാണെങ്കിൽ ബസൂക്ക ഒരു ഡിസാസ്റ്റർ ആയിരുന്നു. അപ്പോൾ ബസൂക്ക തുടരും എന്നീ രണ്ട് ചിത്രങ്ങൾ കണ്ട പ്രേക്ഷകർ ഈ രണ്ട് സിനിമകളെ പറ്റിയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.